3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മറ്റു 2 പേരെയും കണ്ടെത്തിയോ? ഇവർ അവിടെ തന്നെയുള്ള ആളുകളാണ്? അവരുടെ പശ്ചാത്തലമൊക്കെ എന്താണ് എന്നതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? രതീഷ്, സമീപത്തുള്ള കച്ചവടക്കാരോടൊക്കെ ചോദിച്ച സമയത്ത് ഈ യുവാക്കൾ ആ മേഖലയിൽ തന്നെ ഉള്ളവരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരാളെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ തന്നെ നാട്ടുകാരൊക്കെ തന്നെ ചേർന്നാണ് പിടികൂടിയത്. പോലീസ് കസ്റ്റഡിയിലാണ്. ബാക്കി 2 പേർക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് പറയുന്നത്. FIR പ്രകാരം 1,20,000 രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഹോട്ടലിലെ ചില്ലലമാര ഉൾപ്പെടെ തല്ലി തകർത്തു, ഡിസ്പ്ലേ ബോർഡ് തല്ലി തകർത്തു. കൗണ്ടറിലുണ്ടായിരുന്ന മുഹമ്മദ് ഷഹനാദിനാണ് മർദ്ദനമേറ്റത്. ഷഹനാദ് ഇപ്പോൾ എന്നോടൊപ്പം തത്സമയം ചേരുകയും ചെയ്യുന്നുണ്ട്. കൈക്കാണ് ഈ ഇരുമ്പ് വടി കൊണ്ടുള്ള അടിയിൽ പരിക്കേറ്റിട്ടുള്ളത്. ഷഹനാദ്, ഇത് എന്താ സംഭവിച്ചത്? പൈസ ചോദിച്ചതിനാണോ ഇവരിങ്ങനെ ആക്രമണം നടത്തിയത്? പൈസ ചോദിച്ചതിനാണ്. കാരണം ഒരു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഒരു തർക്കത്തിലേക്കുള്ളൊരു ഇതൊന്നും ആയിട്ടില്ല. കാരണം ഫുഡ് കഴിച്ച് വന്ന അവിടെ ഒരുത്തം പറഞ്ഞ് അവൻ്റെ ആരോ ഒരു പോർട്ടറുണ്ട്, നാളെ കൊണ്ടുതരുന്നത്. അപ്പോൾ ഞാൻ ചിരിച്ചും കൊണ്ട് ഒറ്റൊരു വാക്കേ പറ്റുള്ളൂ, ബ്രോ അങ്ങനെ പറ്റൂല ബ്രോ എന്ന് ചിരിച്ചും കൊണ്ടാണ് പറഞ്ഞത്. കാരണം നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അവരോട് ചൂടായിട്ട് സംസാരിക്കാൻ പറ്റില്ല, പിന്നെയും വരേണ്ട ആൾക്കാരാണ്. അങ്ങനെ പറഞ്ഞ പാട് അവിടെ ഓരോ കൂട്ടത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരുത്തനുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിൽ ഓൾറെഡി ഉള്ളവൻ, അവൻ ആ കൈകാണ്ടാണ് വന്നുങ്ങാണ്ട് എന്നെ അടിച്ചത്. അത് തടക്കാൻ നോക്കിയപ്പോൾ ആ പൈസ നാളെ തരാമെന്ന് പറഞ്ഞവന് ഒരു ഇഷ്ടികൻ്റെ കല്ലെടുത്ത് വന്നുങ്ങാണ്ട് ചില്ലറ അടിച്ച് പൊട്ടിച്ച് അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ നോക്കിയപ്പോൾ ആ വടി എടുത്ത് വന്ന് ആ വടി എടുത്ത് അടി കിട്ടും ഒരു വീശിൽ വീശപ്പോൾ ഞാൻ കൈ അങ്ങോട്ട് വെച്ചു. ഇവിടെ കെട്ടി ചെറിയൊരു ചതവുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയാണ് സംഭവിച്ചത്. ഒരു കാരണമില്ലാണ്ട് അടിണ്ടാക്കാൻ വന്ന രീതിയിലായി. ഒരു ഗുണ്ടായിസം തന്നെ പറയാം. നമ്മളൊരു 2 ആഴ്ച ആയിട്ടുള്ളൊരു സ്ഥാപനം തുടങ്ങിയിട്ട്, അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് റൺ ചെയ്ത് സക്സസ് ആവുക. സ്റ്റാർട്ടപ്പുമാരിങ്ങനെ ഞാനും അളിയന്മാരെല്ലാവരും കൂടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇത് വന്നത്. കാരണം ഒരു കല്ലും വടിയൊക്കെ ഈ സമയം കൊണ്ട് അവരോട് എടുത്തത് അത് ഒരു പിടിയില്ല. കാരണം അവിടെ റോഡ് സൈഡ് എന്തുകൊണ്ട് അങ്ങനെ കല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇനി ഇവന്മാർ കൊണ്ടു നടക്കുന്നതാണോ ഇനി ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നതാണോ എന്നും അറിയില്ല. കാരണം അത്രക്കും പെട്ടെന്നാണോ കല്ലെടുത്ത് വന്നതും ആ ഇരുമ്പിൻ്റെ വടി എടുത്ത് വന്നതും. അപ്പോൾ എന്താണെന്ന് ഒരു പിടിയില്ല. കാരണം ആക്രമിക്കാൻ വന്നതാണോന്നും അറിയില്ല. കാരണം ഓരോ ഫുഡ് കഴിക്കുന്ന രീതിയൊക്കെ അങ്ങനെ ആയിരുന്നു. നമ്മളെന്തെങ്കിലും ഒന്ന് കാരണം ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു രീതി ഉണ്ട്. പക്ഷേ ആ രീതിനൊക്കെ അത്രക്കും വൃത്തികേടായിട്ട് ഫുഡ് കഴിക്കണം. പക്ഷേ വൃത്തികേടായാലും പ്രശ്നമില്ല, നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ ജസ്റ്റ് കഴിച്ച ഫുഡിൻ്റെ പൈസ വെച്ചതിന് ഇങ്ങനെ അടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് മദ്യപിക്കാൻ പൈസ ഉണ്ട്, എല്ലാത്തിനും പൈസ ഉണ്ട്. ഇവർ ലഹരിയിലായിരുന്നു. ഒരു നല്ല പൂസിലായിരുന്നു 4 ആൾക്കാർ എല്ലാവരും. ഒരാളെ കളി കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചോദിച്ചു ഇനി ഇയാളായിട്ട് അവിടെ ഛർദ്ദിക്കാനായിട്ട് ചാൻസ് ഉണ്ടോ. കാരണം അങ്ങനെ ഇയാൾ കളിക്കുന്നത്. അപ്പുറം തന്നെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒന്നും പറയാനും പറ്റില്ല, അവർ ഈ ഒരു രീതിയിലല്ലേ. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചൂടാന്ന് വെച്ചാൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഫുഡ് കഴിച്ച് കഴിയണവരെ നമ്മൾ ആ രീതിയിൽ തന്നെ നിന്ന്. ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെ പറ്റൂല ബ്രോ എന്ന് ചിരിച്ചും കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്രക്കും വൃത്തിക്കാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഒരു വന്ന് അടിച്ചത്. അതാണ്. അതിന് ഇവരെ മുൻപരിചയമുണ്ടോ? ഇല്ല, ഞാൻ ആരും ഇതായിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണാം. എത്ര രൂപയുടെ ഭക്ഷണം കഴിച്ചിരുന്നു? ഒരു 600 സംതിങ് ആ റേഞ്ചിലാണ് കഴിച്ചത്. ബാക്കി തരാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ജ്യൂസ് വരെ വാങ്ങിക്കൊടുത്ത. അപ്പോൾ അത്രക്കും നല്ല സർവീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനു വേണ്ടി വന്ന വഴിയാണ് ചെയ്തത്. അല്ലാണ്ട് നമ്മളെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല. കാരണം നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ പോവുള്ളൂ. ഒരു കസ്റ്റമറോട് ഇനി ഓരോരുത്തർ റൂഡായാലും നമ്മൾ അങ്ങോട്ട് നിൽക്കില്ല. ഒരു ഗുണ്ടായിസം, പക്കാ ഗുണ്ടായിസം തന്നെ പറയാം. ആശുപത്രിയിൽ പോയില്ലേ? അപ്പം തന്നെ കുറച്ച് തല ഒരു ബ്ലാങ്ക് ആയപ്പോൾ ആശുപത്രി കൊണ്ടുവരുന്നു. അപ്പോൾ ചെറിയൊരു ചതവുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് FIR ഒക്കെ കൊടുത്തിട്ടൊരു 5 മണി 5:30 ആയിട്ട് വീട്ടിലെത്തിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടി ഡോക്ടറെ പോയി കാണണം. കിട്ടുന്നു. നിങ്ങൾ 3 പേര് ചേർന്ന് തുടങ്ങിയ സ്ഥാപനമെന്ന് പറഞ്ഞു. അപ്പോൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയായി. തുറക്കാൻ ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽ തുറക്കണമെന്നുണ്ട്. കാരണം ഇവരൊക്കെ പേടിച്ചിട്ട് നിർത്താൻ പറ്റുകയാണെങ്കിൽ നിർത്തലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും തുടങ്ങും, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇവരെ പേടിച്ച് നിൽക്കില്ല എന്തായാലും. ഏതായാലും രതീഷ, ഇത് തന്നെയാണ് ഈ പൈസ അത് ചോദിച്ചതും അത്ര അങ്ങനെ പ്രകോപനമൊന്നും ഉണ്ടാകുന്ന രീതിയിലായിരുന്നില്ല ചോദിച്ചതും. പക്ഷെ എങ്ങനെയെങ്കിലും ഏത് വിധേനയും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ആ യുവാക്കളുടെ പെരുമാറ്റം എന്നതാണ്. ഈ പ്രദേശത്ത് തന്നെ ഉള്ള ആളുകളാണ് എന്നല്ലേ നേരത്തെ ഒരു പ്രതികരണം എടുത്തപ്പോൾ മനസ്സിലായത്? ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഇവർക്ക് നേരത്തെ അറിയുന്ന ആളുകളാണോ? അതും കൂടെ ഒന്ന് ചോദിച്ചാൽ.
അതായത് ഷഹനാദിനും അതുപോലെ ഹോട്ടലിലെ മറ്റു പാർട്ട്നേഴ്സിനും ഇവരെ അറിയില്ല എന്നാണ്. ഇല്ല, നമുക്ക് ആർക്കും അറിയില്ല. നമ്മളവിടെ ആദ്യമായിട്ട് അവിടെ പുതിയൊരു ഷോപ്പ് കണ്ടപ്പോൾ എടുത്തിട്ടുള്ള നടത്താണ്, അല്ലാണ്ട് ഇവരെ പേഴ്സണലി ആർക്കും അറിയില്ല. ഈ മൂന്നുപേരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നു. രതീഷ്, അതാണ് ഇവർക്ക് ഈ യുവാക്കളെ പരിചയമില്ല. പക്ഷേ ആ തൊട്ടടുത്ത കടയിലെ നേരത്തെ നമ്മളോട് സംസാരിച്ച സൽമാൻ ഫാരിസ്, ബാക്കി അവിടെയുള്ള കടക്കാർക്കൊക്കെ യുവാക്കളെ അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അതിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ബാക്കി രണ്ടുപേർക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് പുരോഗമിച്ചു വരുന്നത്. അതിഗൗരവതരമായ സംഭവമാണ്. ഭക്ഷണം കഴിച്ചതിൻ്റെ പണം ചോദിച്ചു എന്നതിൻ്റെ പേരിൽ ഹോട്ടൽ അടിച്ചു പൊട്ടിക്കുക, കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആളുടെ കൈ ഇരുമ്പ് വടിക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുക. അതിഗൗരവതരമായ സംഭവമാണ് കോഴിക്കോട്ട് മിംസ് ആശുപത്രിക്ക് മുൻവശത്ത് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത്.